ഹലോ, വെൽക്കം ടു ജോബ് അപ്ഡേറ്റ്സ്. അങ്ങനെ ഈ കഴിഞ്ഞ വർഷം 2024 ഒക്ടോബർ 31 നടത്തിയ PSC പരീക്ഷയുടെ റാങ്ക് ലിസ്റ്റ് വന്നിരിക്കുകയാണ്. ഈ കഴിഞ്ഞ ഫെബ്രുവരി 18 അതായത് തൊട്ട് പിന്നാലെ ദിവസം ഇന്നലെയാണ് അതിൻ്റെ റിസൾട്ട് പബ്ലിഷ് ആയിരിക്കുന്നത്. കാസർഗോഡ് ജില്ലയിലെ റാങ്ക് ലിസ്റ്റാണ് ഇതുവരെ വന്നിരിക്കുന്നത്. മറ്റ് ജില്ലകളുടെ റാങ്ക് ലിസ്റ്റ് ഉടൻ വൈകാതെ തന്നെ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ പുറത്തുവിടുന്നതായിരിക്കും. അപ്പോൾ ഇതിൻ്റെ സംഭവം എന്ന് പറഞ്ഞാൽ നമ്മൾ കേരള PSCയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറി നമ്മുടെ റിസൾട്ട് എന്ന് പറയുന്ന ഓപ്ഷനിൽ പോവുക. ആ ഒരു മെനു ക്ലിക്ക് ചെയ്ത് റിസൾട്ട് എന്ന് പറയുന്ന ഓപ്ഷനിൽ പോയിട്ട് അവിടെ നിന്ന് PDF ഡൗൺലോഡ് ചെയ്ത് ഈ എക്സാമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത കാൻഡിഡേറ്റ്സിന് അവരവരുടെ ജില്ലകൾ അനുസരിച്ചിട്ടുള്ള റിസൾട്ട് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ലോവർ ഡിവിഷൻ ക്ലർക്ക് ഓവർവ്യൂ. ഓർഗനൈസേഷൻ നെയിം നമ്മുടെ സ്റ്റേറ്റ് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ തന്നെയാണ്, KPSC. എക്സാം നെയിം കേരള PSC LDC എക്സാം. എക്സാം ഡേറ്റ് 31 ഒക്ടോബർ 2024. ഈ കഴിഞ്ഞ ഒക്ടോബർ 31 അതായത് 2024 ഒക്ടോബർ 31 ഈ എക്സാം ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്. കേരള PSC LDC റിസൾട്ട് 2025. ഹിയർ വി ഗിവ് ദ LDC റാങ്ക് ലിസ്റ്റ് 2025. അപ്പോൾ ഇവിടെ താഴെ തൊട്ട് താഴെ റാങ്ക് ലിസ്റ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. കാറ്റഗറി നമ്പർ വന്ന് 503/2023 ആണ് കാറ്റഗറി നമ്പർ. 503/2023. സാലറി വന്നിട്ട് സാലറി 43,000 ആണ്. 43,000 റാങ്ക് സ്റ്റാറ്റസ് LDC ഷോർട്ട് ലിസ്റ്റ് വൈസ് PDF 18 ഫെബ്രുവരി 2025. അതായത് തൊട്ട് ഇന്നലെയാണ് ഈ റാങ്ക് ലിസ്റ്റ് പുറത്ത് വിട്ടിരിക്കുന്നത്. ഇതിപ്പോൾ LDC റാങ്ക് ലിസ്റ്റ് കാസർഗോഡ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി വരാനുള്ള തിരുവനന്തപുരം, മറ്റ് ജില്ലകളുടെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യാനുണ്ട്. നോട്ട് പബ്ലിഷ്ഡ് എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതിൽ എന്തായാലും നമ്മുടെ www.kerala.tulasi.psc എന്ന് പറയുന്ന അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറി അതാത് കാൻഡിഡേറ്റ്സിന് അല്ലെങ്കിൽ ഉദ്യോഗാർത്ഥികൾക്ക് അവരുടെ റിസൾട്ട് റാങ്ക് ലിസ്റ്റ് ചെക്ക് ചെയ്യാവുന്നതാണ്. കട്ട് ഓഫ് മാർക്കിലൊക്കെ ഇത്തവണ ഒരുപാട് വ്യത്യാസം വന്നിട്ടുണ്ട്. കട്ട് ഓഫ് മാർക്ക് കൂടിയിട്ടുണ്ടെന്നാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഇതിൽ പറഞ്ഞ പ്രകാരം 50-ന് മുകളിലാണ് കട്ട് ഓഫ് മാർക്ക് വരുന്നത്. കട്ട് ഓഫ് മാർക്ക് എന്ന് പറയുമ്പോൾ അത് നമ്മുടെ മിനിമം വേണ്ട ഒരു പാസ് മാർക്കാണ്. ദ മിനിമം പാസ് മാർക്ക് നീഡ് ദ കാൻഡിഡേറ്റ്സ് ഫോർ ദ സെലക്ഷൻ പ്രോസസ്. ദ മിനിമം പാസ് മാർക്ക് നീഡ് ദ കാൻഡിഡേറ്റ്സ് ഫോർ ദ സെലക്ഷൻ പ്രോസസ്സ്. അതായത് ഉദ്യോഗാർത്ഥികൾക്ക് അല്ലെങ്കിൽ ഈ പരീക്ഷയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തവർക്ക് വേണ്ട മിനിമം പാസ് മാർക്കാണ് സെലക്ഷൻ. എങ്കിലേ ആ ഒരു പാസ് മാർക്ക്, ആ ഒരു കട്ട് ഓഫ് മാർക്ക് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു റാങ്ക് ലിസ്റ്റിൽ കയറാൻ സാധിക്കുകയുള്ളൂ. അതിൽ സെലക്ഷനെ അവർ സെലക്ട് ചെയ്യുള്ളൂ. അപ്പോൾ മിനിമം വേണ്ട കട്ട് ഓഫ് മാർക്ക് ഇപ്പോൾ 50-ന് മുകളിലാണ്. നേരത്തെ അങ്ങനെ ആയിരുന്നില്ല. എന്തായാലും ഇതിൻ്റെ ഒരു മികച്ച ഒരു ലോവർ ഡിവിഷൻ ക്ലർക്കാണ്. അപ്പോൾ ഇതിൽ ജോലി ലഭിക്കുകയാണെങ്കിൽ മാസ ശമ്പളം എന്ന് പറയുന്നത് ബേസിക് സാലറി 19,000 തൊട്ട് 19,000 തൊട്ട് 43,600 സംതിങ് കിട്ടുന്നതാണ്. ഒരു മികച്ചൊരു ഓപ്പർച്യൂണിറ്റിയാണ്. എന്തായാലും ഇതിൽ പങ്കെടുത്ത എല്ലാ ഉദ്യോഗാർത്ഥികളും വളരെ വൈകാതെ തന്നെ കേരള PSCയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറി അവരവരുടെ റാങ്ക് ലിസ്റ്റ് ചെക്ക് ചെയ്യുക.